ഹലോ, അപ്പോൾ നമ്മുടെ നീലാകാശം പച്ചക്കടൽ ചോദ്യയുടെ അടുത്തൊരു കുട്ടി വ്ളോഗിലേക്ക് സ്വാഗതം. ഈ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ, മാമൻ ഇവിടെ വീട്ടിൽ കുറേ ഇങ്ങനെ ചെറിയ ലോക്ക്ഡൗണിൽ ചെറിയ പരിപാടികളൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. കുറച്ച് മീനും പിന്നെ കുറച്ച് എന്താ പറയുക, ഒരു ചെറിയൊരു പട്ടിക്കുട്ടിയുണ്ട്, പിന്നെ ഒരു കോഴിക്കൂട്, അങ്ങനെ ചെറിയ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ മാമൻ ഈ വീടിൻ്റെ ഒരു ചുറ്റുള്ള ചെറിയ കുറച്ച് മുറ്റത്ത് ചെയ്ത കാര്യങ്ങളും ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ മാമൻ്റെ വീടും പരിസരവും ഒക്കെ കണ്ടിട്ട് വരാം. കണ്ടിട്ട് എവിടെയായിരുന്നു? മാമനെ പിടിക്കാനായിട്ട് വന്നതാണ്. എന്താ മാമൻ്റെ പരിപാടിയും കാര്യങ്ങളും മാമ ഇവിടെ നടക്കണം? പരിപാടി ഒന്നുമില്ല. പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കോവിഡ് അല്ലേ, പുറത്തിറങ്ങാൻ പറ്റില്ല. കാരണം കോവിഡ് വെറുതെ ഇപ്പോൾ കോവിഡ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗേറ്റിൻ്റെ പുറത്ത് നിൽക്കുക. കറക്റ്റ് ഉണ്ട്. ഗേറ്റ് തുറക്കാൻ വേണ്ടി കാത്തുക്കാണ് ചാടി കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് നിൽക്കണില്ല. അപ്പോൾ ഈ വീടുള്ള സ്ഥലത്ത് ചുറ്റും പറ്റി എന്തെങ്കിലും ചെയ്യാന്നുള്ള പരിപാടി. അപ്പോൾ ഒരു നായൻ്റെ ഒരു കൂടുണ്ടായിരുന്നു, അവിടെ ഒരു അക്കേറത്തിൻ്റെ പണിയിലാണ്. ഒരു തെങ്ങുണ്ടായിരുന്നു. തെങ്ങ് എന്ത് ചെയ്തു, തെങ്ങ് കേടായ തെങ്ങാകുമ്പോൾ തെങ്ങ് മുറിച്ച് തെങ്ങിൻ്റെ കഷ്ണം കൊണ്ട് 4 സ്റ്റൂൾ ഉണ്ടാക്കി ഇരിക്കാനായിട്ട്. ഈ സ്റ്റൂള് അപ്പോൾ പൊടി പിടിച്ച് കിടക്കുകയാണ് ഇരിക്കാത്തതുകൊണ്ട് പ്ലേറ്റും വെച്ചിട്ടല്ലേ? അതാണ് കാരണം. ഞാൻ തുടച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്റ്റീലിൻ്റെ പ്ലേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തുടച്ച് വൃത്തിയാവും. പ്രശ്നമില്ല. ഈ കട്ടേൻ്റെ ഒക്കെ ഉദ്ദേശം മാമ? കട്ടേൻ്റെ ഉദ്ദേശം ഈ അക്വേറിയത്തിന് ഹൈറ്റ് കുറവാണ്. ഫിഷ് ഉണ്ട് ഇപ്പോൾ ഒരു 10-15. ഇതിൻ്റെ ഉള്ളിലുണ്ട് ഉണ്ട്. അതിനായിരുന്നു വലുതാവുന്ന ടൈപ്പാണ്. വലുതാണ് ടൈപ്പ്. അല്ല ടൈപ്പ് അതിൻ്റെ ഉള്ളിലുണ്ട്. ഉള്ളിലുണ്ട് മീനുണ്ട്. അപ്പോൾ ഒന്ന് ഹൈറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് ആളാ ചെയ്യും. അത് തീരെ ഹൈറ്റ് ഇല്ലല്ലോ അല്ലേ? മാത്രമല്ല ഇത് തൽക്കാലം സൈഡിൽ മറച്ചിട്ടേ ഉള്ളൂ. എല്ലാവർക്കും വട്ടളഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. നോർമൽ നമ്മൾ സാധാരണ പണ്ടത്തെ, അതായത് പുതിയ ഇൻഡസ്ട്രിയൽ വർക്കൊന്നും ഇല്ലാതെ തെങ്ങിനെ പൊളിച്ചിട്ടാണ് ബെഞ്ചുണ്ടാക്കി. ഇനി മുകളിലൊരു ചെറിയൊരു പഴയ പോലെ തന്നെ പുല്ലുകൊണ്ട് മെഞ്ഞിട്ട് ഒരു ടോപ്പും വരും. എന്നിട്ട് ഇതിന് ചുറ്റും ആൾക്കാർ നോക്കിയിരിക്കാനും വേണ്ടിയിട്ട് വൈകുന്നേരം ചുറ്റും ആൾക്കാർ 3 സൈഡിൽ ബെഞ്ച് വെച്ചിട്ട് സിംഗിൾ ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിലാണ് സ്റ്റൂളും ഉണ്ട്. ഇതെന്താ ഇവിടെ നടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാവിന്ന് പുഴു വരുന്നുണ്ട്. അപ്പോൾ പുഴു താഴേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാവിന് നെറ്റ് ഇവിടെ 2 സൈഡിലേക്ക് നെറ്റ് കെട്ടിയിട്ട് അടിയിൽ ഊഞ്ഞാൽ കെട്ടിയിട്ട് കല്യാണിക്ക് ആടാൻ വേണ്ടിയിട്ട്, കല്യാണിക്കുട്ടിക്ക് ആടാൻ വേണ്ടിയിട്ട്. കാരണം കല്യാണിക്കുട്ടിക്കാണ് ഈ പുഴു വലിയ പ്രശ്നം. ഈ ഒരു 3-4 മാസം ഈ മാവിൻ്റെ മുകളിൽ പുഴു ആടുന്നുണ്ട്. അത് കഴിഞ്ഞു. പക്ഷേ ഭയങ്കര ചൊറിച്ചല്ല പുഴു കടിച്ചു. നെറ്റ് കെട്ടാൻ വേണ്ടിയുള്ള സംവിധാനമാണ്. കഴിഞ്ഞിട്ടാണ് അടിയിൽ ഊഞ്ഞാൽ. മാമ, നമ്മുടെ അന്നത്തെ ഇൻക്യുബേറ്റർ എന്ത് പറയുന്നത്? ഇൻക്യുബേറ്റർ ഇന്നേക്ക് 18 ദിവസമായി. 3ാമത്തെ ദിവസം കൂടി കഴിയുമ്പോഴേക്കും നമുക്ക് കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിക്കണം. എന്നാണ് ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പം അതിനുള്ള ബാക്കി എന്തെങ്കിലും പരിപാടികൾ മാമ? ബാക്കി പരിപാടി ആയിട്ടുണ്ട്. ബാക്കി അതിൻ്റെ കൂടും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാണിച്ചാൽ അവിടെ ഉണ്ട്. തൽക്കാലം നമ്മളൊരു 10-30 കോഴിയുടെ പരിപാടിയാണ് ആലോചിക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴേക്കും വിപുലമാക്കണമെന്നുണ്ട്. എട്ടാലിനുണ്ട് കൂടൊക്കെ റെഡിയാക്കി റെഡിയാക്കണ്ട. ആ നിലത്ത് നമ്മൾ ഈർച്ചപ്പൊടി ഇട്ടിരിക്കുകയാണ്. കാരണം സ്മെല്ല് കാരണം എന്താ പറയുക, കോഴിക്കോടുന്നത് കോഴിക്കാട്ടം താഴെ വേണ്ടിട്ട് നമ്മൾ സ്മെല്ല് ഉണ്ടാകരുത്. മുകളിൽ നനഞ്ഞ് വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം വീടിനോട് ചേർന്നാകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മറ്റൊരു ബുദ്ധിമുട്ട് നമുക്ക് മാത്രമല്ല അയൽക്കാരും കൂടി ബുദ്ധിമുട്ടാവും. ഇവനെ നോക്കാനായിട്ട് നമ്മൾ പുതിയൊരു സാധനം കൂടി അതിഥിയും കൂടി പേപ്പർ എന്താ കിട്ടിയിട്ടല്ലോ പുതിയ അതിഥ. കാരണം ഇവന് കാവലായിട്ട് ഇവിടെ നിർത്തിയാണ്. അതാണ് നമ്മളുടെ കാവല്. പുതിയ ആളാണ് നല്ല പണിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇനിയിപ്പോ ആലോചിക്കുന്ന കൂട്ടത്തിൽ ആലോചിച്ചപ്പോ എന്നോട് കുറെ നമ്മളൊരു ഫ്രണ്ട് പറഞ്ഞു, നല്ലതാണ് ഈ ബേർഡ്സിന്റെ നല്ല പരിപാടിയാണ്. അപ്പൊ അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വരണമെങ്കിൽ ഒരു പക്ഷേ കുറച്ച് കൂടുകൾ ഈ സൈഡിൽ കൂടി ഇങ്ങനെ തൂക്കി കിടക്കുന്നു. ശരിക്കും ഈ വീഡിയോയിൽ നിൽക്കൂല, വേറൊരു വീഡിയോ നമ്മൾ ഇതിനായിട്ട് സ്റ്റാർട്ടിങ് മാത്രം. വെറുതെ കോവിഡ് കാരണം ഒരിക്കലും മനസ്സിലില്ലാത്ത ചിന്തകൾ ഈ കോവിഡ് സമയത്ത് മാത്രം വന്ന അതാണ് ശരിക്കും സമാധാനമാണ്. അക്വേറിയം അതൊന്നും കൂടി വലുതാകും. ഇപ്പൊ തൽക്കാലം സ്റ്റാർട്ടിങ് നമ്മളൊരു പരീക്ഷണം. അടിപൊളിയായിട്ടുള്ള വീഡിയോ 1 മാസത്തിനുള്ളിൽ നമ്മൾ കാണിച്ചു തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോഴേക്ക് വരും. വീട്ടില് കുറെ കാര്യങ്ങൾ അവൻ ചെയ്തു അല്ലേ? കോവിഡ് വെറുതെ ഇരിക്കുന്ന സമയം കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു. കുറെ എഴുത്തുണ്ട്. അമ്മയെ
വെള്ളം നോക്കണം, കോഴിമുട്ട തിരിച്ചു വെക്കണം. ഐക്യുവേറ്ററിൽ വെച്ച് അത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ 18 ദിവസം മുട്ട നമ്മൾ രാവിലെ വൈകുന്നേരം തിരിച്ചു വെക്കണം. പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ ഓർമ്മ ഉണ്ടാവും, മറ്റേ കോഴികൾ അടയിരിക്കുമ്പോൾ ചുണ്ടോണ്ട് ഇങ്ങനെ മറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളൊക്കെ ചോദിച്ചിട്ട് എന്തായി കാണിക്കുന്നത്. പക്ഷെ അത് ശരിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ അടിവശം ചൂട്, എല്ലാ ഭാഗവും ചൂട് ഒരുപോലെ എത്താൻ വേണം. രാവിലെ നടന്ന് 5 മണിക്ക് 4:45 എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ഇയർ ബാലൻസിന് എക്സസൈസ് ചെയ്യണം. രാവിലെ എൻ്റെ ജീവിതം തുടങ്ങുന്നത് 4:45 രാവിലെ. കറക്റ്റ് 4:45 തുടങ്ങും. അത് കഴിഞ്ഞ് തിരിച്ച് 1 മണിക്കൂർ വാക്കിങ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മളെ അക്വേറിയത്തിൽ ഫുഡ് കൊടുക്കണം. അത് കഴിഞ്ഞ് കോഴിമുട്ട പോയി തിരിച്ചു വെക്കണം. മാത്രമല്ല കോഴിമുട്ട അതിനുള്ളിൽ ജീവനുള്ളതുകൊണ്ട് പുറത്ത് കപ്പൽ വെള്ളം വെക്കണം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ കോഴീൻ്റെ കാര്യങ്ങൾ, പിന്നെ നമ്മളെ ജെറീനെ പുറത്തേക്ക് ഇറക്കി അപ്പിടിക്കണം. ഫുള്ള് പരിപാടിയാണ് ഇപ്പോൾ. അത് കെട്ടാത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതിന്റെ പണി കഴിഞ്ഞിട്ട് കെട്ടാച്ചിരിക്കും. അടുത്ത നിങ്ങൾ വരുമ്പോഴേക്കും അവിടെ ഒരു ഊഞ്ഞാലും ഉണ്ടാവും. കല്യാണി ഉണ്ടാവും. കല്യാണിക്കുള്ള നമ്മള് ലൈറ്റ് പിടിപ്പിക്കാൻ വേണ്ടി സ്വന്തം കോൺക്രീറ്റ് ചെയ്ത് വെച്ചാണ് അത്. അങ്ങനെ സാധനം കൂടി ഉണ്ട് അല്ലേ? മാമന്റെ സ്വന്തം പണികളാണ് ഇതൊക്കെ. അയ്യോ, വയറിങ് വരണല്ലോ മാമ? ഒന്നല്ല, അത് നമ്മൾ പെയിന്റ് ആണ്ട് അടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ഒരു മേസം വന്നിട്ട് ഇങ്ങനെ ഒരു സാധനം ഈ ഷേപ്പിൽ ഉണ്ടാക്കി കഴിയുമ്പോഴേക്ക് 2 ദിവസത്തെ പണിയാണ്. അതാണ്. ഇത് ഒന്നല്ല, എത്ര റുപ്യാണ്, 100 റുപ്യയുടെ ഒരു കലം വെച്ചപ്പോഴേക്ക് 2 അതിനകത്ത് കോൺക്രീറ്റ് ചെയ്ത് വെച്ചു. സിമ്പിളാ. വയറിംഗ് ലൈറ്റ് ഉണ്ടാവും അവിടെ. അവിടെ ഇപ്പോൾ ഒന്നുമില്ല. അവിടെ ഒരു പക്ഷേ ഇനി ആലോചിക്കുന്നത് അവിടെ ഒരു നല്ലൊരു അക്വേറിയാണ്. ഇവിടുത്തെ അങ്ങോട്ടേക്ക് ശേഷം ഇതിലേക്ക് ഒരു അക്വേറി. നമ്മൾ അലങ്കാരാണോ? അല്ല, അലങ്കാരമല്ല. പരിപാടിയില്ല. അലങ്കാരത്തിന്റെ പരിപാടി ഇല്ല അല്ലേ? ആൾക്കാർക്ക് കഴിക്കാനുള്ള രീതി. ഇത് നമ്മുടെ മറ്റേ എന്താ മാമ? ഇത് കഞ്ഞി കൂടുതല. ഇത് ഏത് ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ഇതൊക്കെ വീട്ടിൽ അത്യാവശ്യം വേണ്ടുന്നൊരു സാധനമാണ്. പിന്നെ അത് ഇവിടെ ചോദിച്ചാൽ പറയാം. ഇങ്ങനെ ഇതിനടുത്ത് വെള്ളം തിളപ്പിച്ച് ഇത് ഒരു വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് തണുപ്പിച്ച് കുളിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ജലദോഷം ഉണ്ടാവില്ല. പവർ അത്രയും പവർ അത്. പിന്നെ അതുപോലെ അരൂത ഇടയ്ക്ക് നമ്മൾ വാസനിപ്പിക്കുന്ന മക്കളെ അരൂത അപ്പുറത്തുള്ള കേട്ടോ. അരൂത ഈ 2 സാധനം നമ്മൾ പല വീടുകളും പണ്ടുണ്ടായിരുന്നു. കാരണം അത്യാവശ്യം ഒരു മെഡിസിൻ തന്നെ വീട്ടിലുണ്ടായിരുന്നു. കറക്റ്റ്. പിന്നെ മുറി കൂടി ഉണ്ടായിരുന്നു. അതില്ലപ്പോൾ. അതെ, ചെറിയ കുട്ടികൾക്ക് ഇത് 2 അത്യാവശ്യമാണ്. ബൈക്ക് അറിയില്ലെങ്കിൽ അറിയാത്തവർക്കുള്ളത്. വീട്ടിൻ്റെ ചെടിയിലായാലും ഉണ്ടാവുന്ന ഒരു സാധനമാണത്. ഇത് ഒരു ഇലയിട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് തണുപ്പിച്ചിട്ട് കുളിപ്പിച്ച് കഴിഞ്ഞാൽ ജലദോഷം ഉണ്ടാവും. ഫുൾ പോയി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മാമൻ്റെ ഇപ്പോഴത്തെ വിശേഷങ്ങളും കാര്യങ്ങളും. വൈകുന്നേരം തീരുന്നത്. വൈകുന്നേരം ആകുമ്പോൾ കോഴിമുട്ട മറച്ചു വെക്കുന്നതോട് കൂടിയിട്ട് ഒരു ദിവസം സമാധാനമാണ്. കുളി കഴിഞ്ഞ അന്നത്തെ. ഓക്കെ, അപ്പോൾ നമ്മുടെ നീലാകാശം പച്ചക്കടൽ ചോദ്യഭൂമിയുടെ ഈ വ്ളോഗ് ഇതാ മാമൻ്റെ വീടും പരിസരത്തും നിന്ന് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത വ്ളോഗ് ആയിരുന്നായിരിക്കും? നവാൻ സിബിൻ അല്ലേ ഞാൻ, അല്ലെങ്കിൽ സ്വരൂപേട്ടൻ. ഞങ്ങളുടെ ആരെങ്കിലും ആയിരിക്കും വീഡിയോ വരിക. കുട്ടി വ്ളോഗ്, അതിനിടയ്ക്ക് വലിയ വ്ളോഗും വരും. ടാറ്റ, ബൈ.